السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قد كان لكم آية في فئتين التقتا، فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء. إن في ذلك لعبرة لأولي الأبصار. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരരായ വിശ്വാസികളെ മുസ്ലിം സഹോദരി സഹോദരന്മാർ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും നമ്മളിൽ ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പുണ്യങ്ങളുടെ പെരുമഴക്കാരനായ പരിശുദ്ധ റമദാനിന്റെ പുണ്യദിനരാത്രങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമാസത്തിലെ മുഴുവൻ പുണ്യങ്ങളും കരസ്ഥമാക്കാൻ സാധ്യമായി തീരുന്ന മഹാഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആൽ ഇംറാനിന്റെ 13-ാമത്തെ ആയത്താണ് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഓതിക്കേൾപ്പിച്ചത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ യുദ്ധമായ ബദർ യുദ്ധം, ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയത്താണിത്. ആ യുദ്ധത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ചില പാഠങ്ങളുണ്ട്, ചില ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് പ്രസ്തുത വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആയത്തുൻ ഫീ ഫിഅതൈനി ഇൽതഖത. ബദറിൽ പരസ്പരം പോരാടിയ രണ്ട് സംഘങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു വിഭാഗം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണ് യുദ്ധത്തിനിറങ്ങിയത്. വഉഖറാ കാഫിറത്തുൻ, മറുവിഭാഗമാകട്ടെ സത്യനിഷേധത്തിന്റെ മാർഗത്തിൽ. യറൗനഹു മിസ്ലൈഹിം റഅയൽ ഐൻ, ശത്രു സംഘത്തിന്റെ ദൃഷ്ടിയിൽ വിശ്വാസികളായ ആളുകൾ
തങ്ങളുടെ രണ്ടിരട്ടിയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സഹായം നൽകി പിൻബലം നൽകുന്നതാണ്. എന്നിട്ട് ആ ആയത്തിനെ അല്ലാഹു അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾക്ക്, കണ്ണുള്ള ആളുകൾക്ക് അതിൽ ചില പാഠങ്ങളുണ്ട്, ചില ഇബ്റത്തുകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ബദർ എന്നും എന്തിനാണ് ബദർ നടന്നത് എന്നും ഏതു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ബദർ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ അല്ല വിശ്വാസികളായ ആളുകൾ പോരാടാൻ വേണ്ടി ഇറങ്ങിയത്, മറിച്ച് ആദർശ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. ആ മേഖലയിൽ ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് പീഡനങ്ങൾ വിശ്വാസികളായ ആളുകൾ മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. മഹാനായ സ്വഹാബി ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു ശരീരത്തിൽ വലിയ പാറക്കല്ലുകൾ കയറ്റി വെച്ച് കൈകാലുകൾ ബന്ധിച്ച് കയറുകൾ കൊണ്ട് കെട്ടി അദ്ദേഹത്തെ മണലാരണ്യത്തിലൂടെ, ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിലൂടെ വലിച്ചിടിച്ച സംഭവം നാം മനസ്സിലാക്കിയതാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ധാരാളം കണക്കിന് പ്രയാസപ്പെടുത്തലുകൾ, പീഡനങ്ങൾ ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകൾ പ്രവാചകനെയും സഹാബത്തിനെയും ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത്, പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് വിശ്വാസികളായ ആളുകൾ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾ തിരിച്ചടിച്ചോട്ടെ, ഞങ്ങൾ എന്തെങ്കിലും ആയുധമെടുത്തുകൊണ്ട് ഞങ്ങളൊന്ന് പോരാടിക്കോട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചിരുന്നു. ആ സമയത്ത് ക്ഷമിക്കുവാനും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നിർദ്ദേശം നൽകിയത്. പിന്നീടാണ് പ്രവാചകനും സഹാബത്തും അല്ലാഹുവിന്റെ അനുമതി പ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. മക്ക കാലഘട്ടത്തിൽ 13 വർഷക്കാലം ഒരുപാട് കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളുമാണ് പ്രവാചകനും സഹാബത്തിനും ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ പിറന്ന നാട് വിട്ട് എല്ലാ സ്വത്തും ഉപേക്ഷിച്ചുകൊണ്ട്, വീടും നാടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാചകനും സഹാബത്തും ഉടുത്ത വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകുകയാണ്. അങ്ങനെ അവർ സമാധാനപൂർണമായി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികളായ ആളുകൾ, ബഹുദൈവാരാധകരായ ആളുകൾ, അബൂജഹലും കൂട്ടരും അവിടെയും അവർക്ക് സമാധാനം കൊടുക്കുന്നില്ല, സ്വസ്ഥത നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. മദീനയുടെ മണ്ണിലേക്ക് കടന്നു ചെന്ന് അവരെ എല്ലാവരെയും ഒന്നടങ്കം കൊലപ്പെടുത്തുക എന്ന ഒരു തീരുമാനത്തിലേക്ക് മക്കാ മുശ്രിക്കുകളായ ആളുകൾ എത്തുകയാണ്. അതിനവർ സ്വീകരിച്ചത് തങ്ങൾ ശക്തമായ ഒരു സൈന്യത്തെ തയ്യാറാക്കണം. അതിനവർക്ക് സമ്പത്ത് ആവശ്യമാണ്. പ്രവാചകനും സഹാബത്തും വിട്ടുപോയ അവരുടെ സ്വത്തുക്കളെല്ലാം വിൽപ്പന നടത്തി ഷാമിലേക്ക് ഒരു വലിയ കച്ചവട സംഘത്തെ പറഞ്ഞയച്ച് ആ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ഭീമമായ തുക കൊണ്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ട, സൈന്യത്തെ തയ്യാറാക്കാം. എന്നിട്ടൊരു വലിയ സൈന്യവുമായി മദീന മണ്ണിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള പ്രവാചകനെയും വിശ്വാസികളായ ആളുകളെയും ഒന്നടങ്കം കൊണ്ടുകളയുക എന്ന ഒരു തീരുമാനത്തിലേക്ക് മുശ്രിക്കുകളായ ആളുകൾ എത്തുകയാണ്. ഈ തീരുമാനം അറിഞ്ഞ പ്രവാചകനും സംഘവും അവരുടെ ഷാമിലേക്കുള്ള ആ കച്ചവട സംഘത്തെ തടഞ്ഞുകൊണ്ട് മക്കയിലേക്ക് തന്നെ ആ സംഘത്തെ തിരിച്ചയക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 320ഓളം സ്വഹാബിമാരും അവിടെ മദീനയിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ്. മദീനയിൽ നിന്നും പ്രവാചകനും സ്വഹാബത്തും ഇങ്ങനെ ആ കച്ചവട സംഘത്തെ തടയാനാണ്, യുദ്ധത്തിന് വേണ്ടിയല്ല, അവരെ തടഞ്ഞ് അവരെ മക്കയിലേക്ക് തന്നെ പറഞ്ഞയക്കാൻ പ്രവാചകനും സംഘവും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞ സാഹചര്യത്തിൽ അബൂജഹലും കൂട്ടരും 1000ഓളം വരുന്ന സൈന്യവുമായി സർവായുധ സജ്ജരായി അവർ കടന്നു വരികയാണ്. വഴിയിൽ വെച്ച് പ്രവാചകനെയും സംഘത്തെയും കണ്ടുമുട്ടാം. ആ വഴി അവിടെ വെച്ച്, എവിടെ വെച്ചാണോ കാണുന്നത് അവിടെ വെച്ച് അവരെ ഇല്ലായ്മ ചെയ്യാം എന്ന തീരുമാനത്തോടെ, എന്ന ലക്ഷ്യത്തോടെ അബൂജഹലും കൂട്ടരും പുറപ്പെടുകയാണ്. 950 യോദ്ധാക്കളാണ് മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 700 ഒട്ടകങ്ങളും 100 കുതിരകളും ഉണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിൽ 317 എന്നും 320 എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കണക്കുകൾ കാണാൻ കഴിയും.
320ഓളം വിശ്വാസികളായ ആളുകളാണ് വിശ്വാസികളുടെ ഭാഗത്തുള്ളത്. 70 ഒട്ടകങ്ങളും 2 കുതിരകളും മാത്രമാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അറബികൾ പതിവായി ഉപയോഗിക്കുന്ന ഒരു വാളല്ലാതെ മറ്റൊരു യുദ്ധത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരായുധവും പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും കൈവശം ഇല്ലായിരുന്നു. അങ്ങനെ ബദർ എന്ന് പറയുന്ന ഭൂമിയിൽ വെച്ച സ്ഥലത്ത് വെച്ച് 2 സംഘങ്ങളും കണ്ടുമുട്ടുകയാണ്. ആ സമയത്ത് അവർ ഒന്നടങ്കം ഇവരെ കൊലപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിന്റെ 39ാമത്തെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. അവിടെയാണ് ആദ്യമായി തിരിച്ച് വിശ്വാസികളായ ആളുകൾക്ക് പ്രതിരോധിക്കുവാൻ അല്ലെങ്കിൽ തിരിച്ച് ആയുധമെടുക്കാൻ അള്ളാഹു അനുവാദം നൽകുന്നത് ആ നിമിഷമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിന്റെ 39ാമത്തെ ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രവാചകന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. യുദ്ധത്തിലെറിയാവുന്ന ആളുകൾക്ക് തിരിച്ചടിക്കാൻ അല്ലാഹു അനുവാദം നൽകിയിരിക്കുകയാണ്. അവർ മർദ്ദിതരായതിനാൽ വിശ്വാസികളായ ആളുകൾക്ക് തിരിച്ച് ആയുധമെടുക്കാൻ യുദ്ധം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകുകയാണ്. തീർച്ചയായും ആ സംഘത്തെ സഹായിക്കാൻ തീർച്ചയായും കഴിവുള്ളവരാണ് അല്ലാഹ്. അന്യായമായി കൊണ്ട് അവരുടെ നാടുകളിൽ നിന്ന് ദൂരങ്ങളിൽ നിന്ന് ആക്കിപ്പുറത്താക്കപ്പെട്ടവരാണ്. എന്തിന്റെ പേരിലാണ്? വിശ്വാസികളായ ആളുകളെ പ്രവാചകനെയും സംഘത്തെയും ഇസ്ലാമിനെതിരായ ആളുകളാക്കി പുറത്താക്കിയത്. അതിന്റെ കാരണം ഖുർആൻ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ രക്ഷിതാവ് പറഞ്ഞതിന്റെ പേരിൽ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ പടച്ചറപ്പിനെ മാത്രം ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിന്റെ പേരിൽ വീടുകളിൽ നിന്ന് സ്വന്തം നാടുകളിൽ നിന്ന് നാട്ടിപ്പുറത്താക്കപ്പെട്ടവരാണ് അവർ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പീഡനത്തിനിരയായ മർദ്ദിതരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിമിഷം മുതൽ തിരിച്ച് ആയുധമെടുക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരായത്തിറങ്ങിയ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ചോദിച്ചു, എന്താണ് സഹാബ ചെയ്യേണ്ടത്? നമ്മൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വന്നതല്ല, നമ്മുടെ കൈവശം ആയുധങ്ങളുമില്ല, എന്നാൽ സർവായുധ സജ്ജരായ ഒരു വലിയ സൈന്യമാണ് നമ്മുടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നത്. യുദ്ധം ചെയ്യാൻ അല്ലാഹു അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. കൂട്ടത്തിൽ മിഖ്ദാദുൽ അസ്വദ് എന്ന് പറയുന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ബനൂ ഇസ്രായേൽ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ, ഒരു ഹിജ്റയുടെ വേളയിൽ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഇതുപോലെ അനുയായികളോട് ചോദിച്ചു എന്ത് ചെയ്യണം എന്ന്. തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായികൾ ചിലർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഞങ്ങൾ ഇവിടെ ഇരിക്കാം, ഞങ്ങളിവിടെ ഇരുന്നോളാം, നിങ്ങളും നിങ്ങളെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ. അനുസരണയില്ലാത്ത ഒരു സംഘത്തെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരിക്കലും ഞങ്ങൾ പറയുകയില്ല പ്രവാചകരെ എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ അനുയായികളെ പോലെ അല്ല ഞങ്ങൾ. പ്രവാചകരെ, നിങ്ങളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ, നിങ്ങളൊരു നിർദ്ദേശം നൽകിയാൽ ജീവൻ പണയപ്പെടുത്തി ആ നിർദ്ദേശം പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് മുഹാജിറുകളുടെ പ്രതിനിധിയായി കൊണ്ട് സംസാരിക്കുകയാണ്. അതുപോലെ അൻസ്വാരികളുടെ പ്രതിനിധിയായി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അല്ലാഹുവിന്റെ പ്രവാചകരെ, നടുക്കടലിലേക്ക് എടുത്തു ചാടാനാണോ താങ്കൾ ഞങ്ങളോട് പറയുന്നത്? അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഒരു നേതാവിനെ അനുസരിക്കുന്ന ഒരു സംഘത്തെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒരു ലീഡർ, ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്ന പാഠവും നമുക്കിവിടെ നിന്നും, എന്ന സന്ദേശവും നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് റെഡിയായിപ്പോഴും അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടെന്ന് പറഞ്ഞാലും സ്വഹാബികൾ തയ്യാറാണ്. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരെ പരിഗണിക്കുകയാണ്. ആ ലീഡർ അവിടെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെ പരിഗണിക്കുന്നു. അവരോട് ചോദിക്കുന്നു, എന്ത് ചെയ്യണം സ്വഹാബ?
സ്വഹാബത്ത് മറുപടി പറയുന്നു, കൂടിയാലോചിക്കുന്നു, അവർ ഒന്നിച്ചൊരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ യുദ്ധം നടക്കുകയാണ്. അതുപോലെ തന്നെ അനുയായികൾ എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായി നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും പല തരത്തിലും പല മേഖലകളിലും ലീഡർമാരാണ്. ഒരുപക്ഷെ സംഘടനയിലോ അല്ലെങ്കിൽ ഒരു ദീനി സ്ഥാപനത്തിന്റെയോ ഒന്നുമല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ നായകന്മാരാണ്, ലീഡർമാരാണ്, നേതാക്കന്മാരാണ്. നമ്മുടെ ഒരു വീട് വിപുലീകരണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ വീടകങ്ങളിൽ നടക്കുമ്പോൾ അവിടെ നമ്മുടെ ഇണയെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കളോട് അനുവാദം ചോദിക്കാൻ നമുക്ക്, അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കാനുള്ള വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം. ഇങ്ങനെ ഒരു ലീഡർ കാണിക്കുമ്പോഴാണ് മക്കൾ വളർന്നു വലുതാവുമ്പോൾ അവരും ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ പ്രായമേറെയായി അവശരനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ വാപ്പ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യണം വാപ്പ, എന്ത് ചെയ്യണം ഉമ്മ എന്ന് മക്കൾ തിരിച്ചു ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ ലീഡർമാരും ആ തരത്തിൽ ഒരു മുഷാവറ നടത്തിക്കൊണ്ട്, അത് ദീനി സ്ഥാപനങ്ങളാകട്ടെ, വീടുകളാകട്ടെ, നമ്മുടെ മറ്റു മേഖലകളാകട്ടെ, നമ്മുടെ കീഴിലുള്ള ആളുകളോട് കൂടിയാലോചന നടത്തിക്കൊണ്ട് ഹൈറായ രൂപത്തിൽ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശക്തമായ പോരാട്ടം ആ ബദറിന്റെ മണ്ണിൽ നടക്കുകയാണ്. ഇവിടെ 950 പേരാണെങ്കിൽ അതിന്റെ 1/3 ഭാഗം മാത്രമാണ് വിശ്വാസികളുടെ ഭാഗത്തുള്ളത്. എന്നാൽ അവിശ്വാസികളുടെ ഭാഗത്ത് 70 പേർ കൊല്ലപ്പെടുകയും 70 പേർ പിടിക്കപ്പെടുകയും ചെയ്തു. ബാക്കിയുള്ള ആളുകളെല്ലാം ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിൽ നിന്നും 14 പേർ മാത്രമാണ് ശുഹദാക്കളായത്. 14 പേർ മാത്രമാണ് ശുഹദാക്കളായത്. അവിടെ അള്ളാഹുവിന്റെ അപാരമായ സഹായം കൊണ്ട് വിശ്വാസികളായ ആളുകൾക്ക് വിജയിക്കാൻ സാധിക്കുകയാണ്. എങ്ങനെയാണ് അവിടെ പ്രവാചകനും സംഘത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്? അവർ കൊച്ചു സംഘമായിരുന്നു, ആയുധമില്ലാത്തവരായിരുന്നു, നിരായുധരാണ് എന്ന് പറയാം. കാരണം ഒരു കുഞ്ഞു വാളല്ലാതെ ഒരു സ്വഹാബത്തിന്റെ കയ്യിലും മറ്റൊരു യുദ്ധത്തിനുള്ള ആയുധങ്ങൾ ഇല്ലായിരുന്നു. കൊച്ചു സംഘമായിട്ട് പോലും, ആയുധം കുറഞ്ഞവരായിട്ട് പോലും, ആരോഗ്യം കുറഞ്ഞവരായിട്ട് പോലും എങ്ങനെയാണ് തങ്ങളെക്കാൾ 3 ഇരട്ടി വലുപ്പമുള്ള സൈന്യത്തെ പരാജയപ്പെടുത്താൻ പ്രവാചകൻ സംഘത്തിനും കഴിഞ്ഞത്? അതിന്റെ കാരണം അല്ലാഹു പറയുന്നു. സൂറ ആൽ ഇംറാനിന്റെ 123-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ന്യൂനപക്ഷമായിട്ട് പോലും, നിങ്ങൾ കൊച്ചു സംഘമായിട്ട് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ വെച്ച് നിങ്ങൾ സഹായിച്ചില്ലേ? അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ള ആളുകളായി മാറിയേക്കാം. അല്ലാഹു പറയുന്നത് അല്ലാഹുവിന്റെ അപാരമായ സഹായം കൊണ്ടാണ് വിശ്വാസികളായ ആളുകൾക്ക്, അവർ ദുർബലരായിട്ട് പോലും, കൊച്ചു സംഘമായിട്ട് പോലും, ആരോഗ്യം കുറഞ്ഞവരായിട്ട് പോലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് അള്ളാഹുവിന്റെ സഹായം കിട്ടിയത് കൊണ്ടാണ്. എന്തെല്ലാം സഹായങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങൾക്ക് നൽകിയത്? ആ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ എന്തെല്ലാം സഹായങ്ങളാണ് അള്ളാഹു വിശ്വാസികൾക്ക് സമ്മാനിച്ചത്? ഖുർആൻ പഠിപ്പിക്കുന്നു. ഒന്നാമത്തേത്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിശ്വാസികളുടെ ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കുകയാണ്. മലക്കുകളെ വിശ്വാസികളുടെ ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കുകയാണ്. സൂറ അൻഫാലിന്റെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അള്ളാഹു ഇജാബത്ത് അങ്ങനെ നൽകുകയാണ്. 1000-ഓളം വരുന്ന മലക്കുകളെ വിശ്വാസികളുടെ ഭാഗത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. രണ്ടാമത്തെ സഹായം അല്ലാഹു എല്ലാവർക്കും പ്രത്യേകമായ ഒരു ഭാഗ്യം നൽകുകയാണ്. ഒരുപാട് ത്യാഗം ചെയ്ത് കിലോമീറ്ററുകൾ താണ്ടി ബദർ ഭൂമിയിലേക്ക് സ്വഹാബത്ത് എത്തുമ്പോൾ അവരെല്ലാവരും നോമ്പുകാരാണ്. നമ്മൾ അത്താഴത്തിൽ കഴിക്കുന്നത് പോലെ, നോമ്പ് തുറക്ക് കഴിക്കുന്നത് പോലെയുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളൊന്നും അവരുടെ കൈവശം ഇല്ലായിരുന്നു. മഹാഭൂരിപക്ഷം ആളുകൾ പട്ടിണിയിലാണ്. 1, 2, 3 കാരക്കയും അല്പം ഭക്ഷണവും കഴിച്ച് അത്താഴം കഴിച്ചിരുന്ന സ്വഹാബത്ത്
അവരാകെ ക്ഷീണിച്ചിട്ടുണ്ട്, അവർ തളർന്നവശരായിട്ടുണ്ട്. ആ ക്ഷീണിച്ച് തളർന്നവശരായ അവർക്ക് എല്ലാവർക്കും യുദ്ധത്തിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മയക്കം നൽകുകയാണ്. ആ മയക്കം കഴിഞ്ഞ് അവരെല്ലാവരും എഴുന്നേറ്റപ്പോൾ അവർക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം ലഭിക്കുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ സഹായം ലഭിക്കുകയാണ്. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സൂറ അൻഫാലിന്റെ 11-ാമത്തെ ആയത്തിൽ ഇത് യുഹസ്സികുമുൻ നുആസ അവനകം മിൻഹു, നാം നിങ്ങളെ നിദ്രാമയക്കം കൊണ്ട് ആവരണം ചെയ്യുന്നു. അതൊരു സഹായമായിരുന്നു. അവർക്കെല്ലാവർക്കും ഒരുമിച്ച് അവരെ മയക്കി കടത്തുകയാണ്. അല്പസമയം അവർ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേകമായ എനർജി ലഭിക്കുകയാണ്. മൂന്നാമത്തെ സഹായം, അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം നടക്കുന്നതിന്റെ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് അല്ലാഹു അവിടേക്ക് മഴ വർഷിപ്പിക്കുകയാണ്. അനുഗ്രഹത്തിന്റെ മഴ അല്ലാഹു വർഷിപ്പിക്കുകയാണ്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ചത്. മാത്രമല്ല നിങ്ങളുടെ മനസ്സുകൾക്ക് കെട്ടുറപ്പ് നൽകാൻ ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുകയാണ്. അപ്പൊ വിശ്വാസികളായ ആളുകളുടെ ശരീരത്തിൽ ആ മഴ പതിച്ചപ്പോൾ അവർക്കൊരു ഉന്മേഷം ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭൂമി സന്ദർശിച്ച ആളുകൾക്കറിയാം, വിശ്വാസികളായ ആളുകൾ നിൽക്കുന്നത് ഉയരമുള്ള ഒരു സ്ഥലത്താണ്. അവിശ്വാസികളായ ആളുകൾ മക്കയിൽ നിന്നിങ്ങനെ മദീനയുടെ ഭാഗത്തേക്ക് നടന്നു വരുമ്പോൾ അവർ നിന്നിരുന്ന സ്ഥലം ഒരു ചതുപ്പ് നില, ഒരു താഴ്ഭാഗമായിരുന്നു. ഈ മഴ പെയ്ത് വിശ്വാസികളായ ആളുകൾ നിന്ന ഭാഗത്ത് അവർക്ക് കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ അത് സഹായകമായപ്പോൾ ആ വെള്ളം ഒലിച്ചിറങ്ങി ആ താഴ്ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുകയും അത് ചതുപ്പ് നിലമായി മാറുകയും ചെയ്തു. അള്ളാഹു നൽകുന്ന ഒരേ സ്ഥലത്തേക്ക് അള്ളാഹു ഇറക്കിയ മഴ ഒരു വിഭാഗത്തിന് വലിയ സഹായമായി മാറുമ്പോൾ മറുവിഭാഗത്തിന് അത് ദോഷകരമായി ബാധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ, ധാരാളക്കണക്കിന് സഹായങ്ങൾ ബദരീകൾക്ക് നൽകുകയാണ്. മാത്രമല്ല ശത്രുക്കളുടെ മനസ്സിൽ അല്ലാഹു ഭയം വിട്ടുകൊടുക്കുകയും വിശ്വാസികളുടെ മനസ്സിൽ അല്ലാഹു ധൈര്യം വിട്ടുകൊടുക്കുകയും ചെയ്തു. ഖുർആൻ വീണ്ടും പറയുന്നു, സൂറ അൻഫാലിന്റെ 12-ാം വചനത്തിൽ അല്ലാഹു പറയുകയാണ്, സത്യനിഷേധികളായ ആളുകളുടെ ഹൃദയത്തിലേക്ക് നാം ഭയത്തെ വിട്ടുകൊടുക്കുകയും ചെയ്തു. സൂറത്തുൽ മുഅ്മിൻ, സൂറത്തുൽ ആലിമിന്റെ 13-ാമത്തെ ശത്രുക്കളുടെ കൃഷിയിൽ തങ്ങളെക്കാൾ രണ്ടിരട്ടിയുണ്ട് എതിരാളികളായ ആളുകൾ അല്ലാഹു തോന്നിപ്പിച്ചു എന്നാണ്. ഇങ്ങനെ അവരുടെ മനസ്സിൽ പേടിയിട്ട് കൊടുക്കുകയും വിശ്വാസികളുടെ മനസ്സിൽ ധൈര്യം ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ ബദരീകൾക്ക് ആ യുദ്ധ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് വിഭാഗത്തിന്റെയും ലീഡർമാർ പ്രാർത്ഥിക്കുകയാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് വിഭാഗത്തിന്റെയും ലീഡർമാർ, നേതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ്. മുശ്രിക്കുകളുടെ ലീഡർ ആരാണ്? അബൂജഹലാണ്. അബൂജഹൽ യുദ്ധത്തിന് വേണ്ടി 1000-ഓളം വരുന്ന സൈന്യവുമായി ഇറങ്ങി പുറപ്പെടുമ്പോൾ കരകളുടെ കിണ്ടൽ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അബൂജഹൽ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ ഏറ്റവും ഉന്നതമായ സൈന്യത്തെ സഹായിക്കണമേ. ഏറ്റവും രണ്ട് ഗോത്രങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഗോത്രത്തെ അല്ലാഹുവേ വിജയിപ്പിക്കണമേ. ഏറ്റവും ആദരണീയമായ വിഭാഗത്തെ അല്ലാഹുവേ വിജയിപ്പിക്കണമേ. ഇത് അബൂജഹലിന്റെ പ്രാർത്ഥനയാണ്. എന്നാൽ ഈ കുറ്റസംഘത്തിൽ ഞാൻ ഇവിടെ വെച്ച് നശിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് ഒരാളുടെ ഭൂമി ഉണ്ടാകുകയില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിന്നെ മാത്രം ആരാധിക്കാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവുകയില്ല എന്നാണ്. എന്നാൽ അബൂജഹലും കൂട്ടരും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. എന്താണ് രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം?
ഒരു വിഭാഗം എല്ലാ ഘട്ടങ്ങളിലും, പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലും അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ ബഹുദൈവാരാധകരായ ആളുകൾ, മക്കളുടെ മുസ്ലിമുകളായ ആളുകൾ, അവർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് മാത്രം തേടുകയും ആ പ്രതിസന്ധി മാറിക്കിട്ടിയാൽ പിന്നീടുള്ള ഘട്ടങ്ങളിൽ അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഖുർആൻ പഠിപ്പിക്കുന്നത്, അവർ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കപ്പലുകൾ ഉയരുമ്പോൾ അതിലേക്ക് തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കപ്പൽ മുമ്പും അപകടത്തിലാകുമെന്ന് അവർ ഭയപ്പെടുന്ന സമയം, ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ റബ്ബിനോട് മാത്രമായിരിക്കും നേടുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കരക്കെത്തിച്ചു കഴിഞ്ഞാലോ രക്ഷപ്പെടുത്തിയാലോ ഇതാവും മുശ്രിക്കൂൻ, അവർ വീണ്ടും ശിർക്ക് ചെയ്യും. അപ്പൊ ബഹുദൈവാരാധകർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ മറ്റു പല ദൈവങ്ങളെയും ആരാധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് മക്കയിൽ ഉണ്ടായിരുന്ന അബൂജഹലും കൂട്ടരും അവരെ കുറിച്ച് ഖുർആൻ പറയാനുള്ള കാരണം അവർ മുശ്രിക്കുകളാണ് എന്ന്. ബഹുദൈവാരാധകരാണ്, ഒന്നിലധികം ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്. ആരെയാണ് അബൂജഹലും കൂട്ടരും പ്രാർത്ഥിച്ചിരുന്നത്? ആരെയാണ് മക്കളുടെ മുശ്രിക്കുകളായ ആളുകൾ അല്ലാഹുവിനെ പുറമെ പ്രാർത്ഥിച്ചിരുന്നത്? മോശം ആളുകളല്ലായിരുന്നു, നല്ല മനുഷ്യരായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെ പ്രവാചകന്മാരെയാണ് അവർ ആരാധിച്ചിരുന്നത്. അതുപോലെ തന്നെ മക്കാ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ 3 പ്രധാനപ്പെട്ട ഗോത്രങ്ങളുടെ വിശ്വാസം മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നായിരുന്നു. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്. ഈ പെൺമക്കളുടെ കാര്യം പറഞ്ഞാൽ, മലക്കുകളുടെ കാര്യം പറഞ്ഞാൽ അവർ അള്ളാഹുവിനോട് ആ കാര്യം പറയും. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ലഭിക്കാനാണ് ഈ മലക്കുകളോട് അവർ പ്രാർത്ഥിച്ചിരുന്നത്, ജിന്നുകളുടെ സഹായം നേടിയിരുന്നത്. അതുപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരാണ് തേടിയിരുന്നത്. ഇവരോട് പറഞ്ഞാൽ ഇവർ അള്ളാഹുവിന്റെ അടുത്ത ആളുകളാണ്, ഇവർ അള്ളാഹുവിനോട് ഇവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും എന്ന അബദ്ധവിശ്വാസത്തോടെയാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത്. ഖുർആൻ പഠിപ്പിക്കുകയാണ് അവിടെ തെറ്റായ ന്യായീകരണങ്ങൾ. അബൂജഹലിനോടും കൂട്ടരോടും എന്തിനാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അബൂജഹലും കൂട്ടരും പറഞ്ഞിരുന്ന 3 മറുപടികൾ ഖുർആൻ പറയുന്നുണ്ട്. ഒന്നാമത്തേത്, ഇവർ ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായി ശുപാർശ പറയും. അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും. അപ്പൊ ഏറ്റവും പ്രധാനം, അവരുടെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം അള്ളാഹു തന്നെയാണ്. ആ അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും. അപ്പൊ മരിച്ചുപോയ മഹാന്മാരായ ആളുകൾ രൂപമുണ്ടാക്കിയും രൂപമുണ്ടാക്കാതെയും അവരോട് പ്രാർത്ഥിക്കുമ്പോൾ, മലക്കുകളോട് തേടുമ്പോൾ, ജിന്നുകളോട് തേടുമ്പോൾ ഇവരുടെ വിശ്വാസം എന്താണ്? ഇവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയും. ഇതായിരുന്നു ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഒരു മറുപടി ഇതായിരുന്നു. രണ്ടാമത്തേത്, ഞങ്ങളുടെ കാരണവന്മാർ ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ കാരണവന്മാർ ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ ഉമ്മ, വല്ലിപ്പ, വല്ലിമ്മ ഇവരൊക്കെ ഇതേ ആശയക്കാരായിരുന്നു. മക്ബറകളെ ആരാധിച്ചിരുന്നവരായിരുന്നു, മരിച്ചുപോയവരോട് തേടിയവരായിരുന്നു. അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെയാണ് എന്ന് അവർ മറുപടി പറഞ്ഞിരുന്നു. മൂന്നാമത്തെ ന്യായീകരണം ഖുർആൻ പഠിപ്പിക്കുന്നത്, അല്ലാഹുവിനെ പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചിരുന്ന ആളുകൾ അവർ പറഞ്ഞിരുന്ന ന്യായീകരണം എന്താ? ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഞങ്ങളെ അടുപ്പിച്ചു തരാനല്ലാതെ ഞങ്ങൾ അവരോട് തേടുന്നില്ല. അള്ളാഹുവിലേക്ക് അടുപ്പിച്ചു തരാനല്ലാതെ ഞങ്ങൾ അവരോട് തേടുന്നില്ല. അപ്പൊ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അവരിലൂടെ അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് അടുക്കാൻ കഴിയും. അതിനാണ് ഞങ്ങൾ മധ്യവർത്തികളെ സ്വീകരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഇനി ഖുർആന്റെ പ്രയോഗം തന്നെ ശ്രദ്ധേയമാണ്. അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിക്കുന്ന ആളുകൾ. എന്തായിരുന്നു അവർ പറഞ്ഞ തെറ്റായ ന്യായം? ശരിയായ ന്യായമല്ല, അത് തെറ്റായ ന്യായീകരണമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ മരിച്ചുപോയ ആളുകൾ ചെയ്യുന്നില്ല, അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. എന്തിനല്ലാതെ? ഞങ്ങളെ അടുപ്പിച്ചു തരാനല്ലാതെ അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിലേക്ക് അടുപ്പിച്ചു തരാൻ. അതുകൊണ്ടാണ് അവർ മുശ്രിക്കുകളായത്, അതുകൊണ്ടാണ് അവർ നരകാവകാശികളായി മാറിയത്. എന്നാൽ അള്ളാഹുവിനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? നേർക്ക് നേരെയാണ് ആരാധിക്കേണ്ടത്.
നമുക്ക് അല്ലാഹുവിനോട് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ഇടയിൽ ഒരാളെ നിർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അമ്പിയാക്കന്മാരെ ഇടയിൽ നിർത്തി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. മലക്കിനോട് ഒരു കാര്യം പറഞ്ഞ് മലക്കുകളെ കൊണ്ട് അള്ളാഹുവിനോട് പറയിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നത് എന്നെ പറ്റി എന്റെ ദാസന്മാർ അവർക്ക് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് തീർച്ചയായും എന്നെ പറ്റി ആളുകൾ ചോദിച്ചാൽ, അള്ളാഹിനെ പറ്റി ആളുകൾ സംശയം ചോദിച്ചാൽ അവർക്ക് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് എന്തായിരിക്കണം? തീർച്ചയായും ഞാൻ അടുത്തുള്ളവനാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല ഉത്തരം നൽകുമെന്നും ജനങ്ങളെ പഠിപ്പിക്കണം. എന്നോട് മാത്രമാണ് മറ്റൊരു നിങ്ങൾ രക്ഷിതാവായിരിക്കുന്നു, നിങ്ങൾ എന്നോട് ഉത്തരം നൽകുക. വിഷയത്തിൽ ബിന്ദുവിന് പറയുന്നതെങ്കിൽ തീർച്ചയായും നരകത്തിൽ പ്രവേശിക്കുന്നതാണെന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ വാഗ്ദാനം നൽകുകയാണ്. അതുകൊണ്ട് കൃത്യമായി നാം മനസ്സിലാക്കുക, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത രണ്ട് വിഭാഗങ്ങളും മക്കയിലുണ്ടായ മുസ്ലിമായ ആളുകളും പ്രവാചകരും സംഘവും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ രണ്ട് തമ്മിലുള്ള വ്യത്യാസം, പ്രവാചകരും സംഘവും അല്ലാഹുവിനോട് മാത്രമാണ് മുഴുവൻ ഘട്ടങ്ങളിലും പ്രാർത്ഥിച്ചിരുന്നത്. ആ പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും അല്ലാത്ത സന്ദർഭങ്ങളിലാണെങ്കിലും റബ്ബിനോട് മാത്രം ഉപയോഗിക്കുന്ന വിഭാഗമാകുന്നവർ. എന്നാൽ അബൂജഹലിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാത്ത ഘട്ടങ്ങളിൽ റബ്ബിനോടും റബ്ബല്ലാത്തവരോടും അല്ലാഹുവിനോട് തേടിയിരുന്നവരാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ മാത്രം തേടിയ ആളുകളെ പരിഗണിച്ചത്, അവർക്ക് മാത്രം സഹായം നൽകിയത്. ഇസ്ലാമിനെതിരായ ആളുകളെ, ബഹുദൈവാരാധകരായ ആളുകളെ അല്ലാഹു അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തത് അവർ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാത്ത ആളുകളായതുകൊണ്ടാണ്. അതുകൊണ്ട് പതിനീകളായ ആളുകൾക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കാനുള്ള ഒന്നാമത്തെ കാരണം അല്ലാഹുവിനെ മാത്രം വിളിച്ചു തേടിയ ആളുകളായിരുന്നു. നമസ്കരിക്കുന്ന 5 ദിവസം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും തവണയാണ് അറിയിപ്പിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ആരാധിക്കുക, നിന്നോട് മാത്രമേ സഹായം നടക്കുകയുള്ളൂ. ഇതിൽ മാത്രം എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇയ്യാക എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം എന്നാണ്. അല്ലെങ്കിൽ നഅ്ബുദുക വ നസ്തഈനുക എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വചനം അങ്ങനെയല്ല. ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ആരാധിക്കുക, നിന്നോട് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് സഹായം നടത്തുന്നത്. ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. 5 വക്ത് നമസ്കരിക്കുന്നവൻ നിർബന്ധമായും ഇത് 17 തവണ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബദരീങ്ങൾക്ക് അല്ലാഹു നൽകിയ സഹായം പോലെ, അല്ലെങ്കിൽ പടച്ചറപ്പിന്റെ സഹായങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അഥവാ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകളായാലേ 2 ലോകത്തും അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി ബദരീങ്ങളുടെ യോഗ്യത എന്ന് പറയുന്നത് അവർ തവക്കുൽ മനോഭാവമുള്ളവരായിരുന്നു. അല്ലാഹുവിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് ബാക്കി കാര്യങ്ങൾ അല്ലാഹുവിൽ ഏൽപ്പിക്കും. ആ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ കൈകളിൽ ആയുധമില്ല. അവിടെ 100 കുതിരകളുണ്ടെങ്കിൽ ഇവിടെ 2 കുതിരകളാണ്. എതിരാളികളുടെ ഭാഗത്ത് 700 ഒട്ടകങ്ങളുണ്ടെങ്കിൽ ഇവിടെ ആകെ 70 ഒട്ടകങ്ങളേ ഉള്ളൂ. അവിടെ കൈകളിൽ അമ്പും വില്ലും വലിയ കുന്തങ്ങളും പരിചയങ്ങളും വലിയ വാളുകളും ഉണ്ടെങ്കിൽ ഇവിടെ കയ്യിൽ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞു വാള് മാത്രമാണ്, വേറൊന്നും ആയുധമില്ല. പക്ഷെ ആ ഉള്ള ആയുധത്തുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. പടച്ചറപ്പിന് വേണ്ടിയാണ് രണാങ്കണത്തിലേക്ക് ഇറങ്ങുന്നത്. അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി. അള്ളാഹു തവക്കുൽ ചെയ്യേണ്ട രൂപത്തിൽ തവക്കുൽ ചെയ്താൽ നമ്മുടെ കൂടെ ആരുമില്ലെങ്കിലും അള്ളാഹുവിന്റെ സഹായം വിശ്വാസികൾക്ക് ഉണ്ടാകും.
ആ തവക്കുൽ മനോഭാവമാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഗ്നിയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഇബ്രാഹിം നബിയുടെ കൂടെ ആരുണ്ടായിരുന്നത്? ആരുമില്ല. അദ്ദേഹത്തിന്റെ കൈകാലുകൾ ബന്ധിച്ചു, കുതിരി ഓടാനോ ചാടാനോ അദ്ദേഹത്തിന് കഴിയില്ല. അഗ്നിയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ചാടി എഴുന്നേൽക്കാൻ കഴിയില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്ഭുതകരമായി അഗ്നിയിൽ രക്ഷപ്പെടുത്തി. എന്തുകൊണ്ട്? ഒന്നാമത്തേത് ഏകദൈവാരാധകനാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിച്ചവനാണ്. രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? രണ്ടാമത്തെ ഗുണം എന്താണ്? അദ്ദേഹത്തിന് തവക്കുൽ മനോഭാവം ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നമുണ്ടായാലും, എന്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കാനുള്ള ഒരു സന്നദ്ധത. ആ അഗ്നിയിലേക്ക് എറിയുകയാണ്, തീയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം ധീരമായി പറയുകയാണ്, ഹലോ, നമസ്കാരം. ഞാൻ ഉക്കിടന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ധീരമായി പറഞ്ഞത് ഹസ്ബിയല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്കെന്റെ അല്ലാഹ് മതി, വരമേൽപ്പിക്കുവാൻ അവൻ എത്ര നല്ലവനാണ്. അതുപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അനുയായികളും ഹിജ്റ പോകുന്ന വേളയിൽ ഇന്നാല മുദറഖൂൻ എന്ന ഒരു സംഘം ആളുകൾ പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞു. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. തീർച്ചയായും അവനൊരു വഴി കാണിച്ചു തരും. ഇതാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. ഈ തവക്കുൽ മനോഭാവം ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അള്ളാഹുവിന്റെ സഹായം നമ്മളിലേക്ക് എത്തും എന്നതാണ്. മൂന്നാമത്തെ ഗുണം, അവർ ആത്മ സമർപ്പണമുള്ള ആളുകളായിരുന്നു. അള്ളാഹുവിന് വേണ്ടി സ്വന്തം ശരീരത്തെ പോലും സമർപ്പിക്കാൻ സന്നദ്ധരായിരുന്നവരായിരുന്നു മുൻഗാമികളായ വിശ്വാസികളായ ആളുകൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ കൃത്യമായി പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവൻ സമർപ്പിക്കേണ്ടി വന്നാൽ ജീവന് വരെ പടച്ചറപ്പിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ ഒരു വിശ്വാസി തയ്യാറാവേണ്ടതുണ്ട്. അതിന് തയ്യാറായിരുന്നു സഹാബത്ത്. ആ ബദർ ഭൂമിയിൽ തങ്ങളെക്കാൾ 3 ഇരട്ടി വലുപ്പമുള്ള വലിയ സൈന്യത്തെ നേരിടാൻ നിൽക്കുമ്പോൾ ജീവൻ പോകുകയാണെങ്കിൽ പോകട്ടെ, തൗഹീദിനു വേണ്ടി, ആദർശത്തിനു വേണ്ടി, ആദർശ സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടാണ്, ആ സമർപ്പണ ബോധത്തോടെയാണ് വിശ്വാസികളായ ആളുകൾ ബദർ ഭൂമിയിൽ നിന്നത്. ഇങ്ങനെയുള്ള യോഗ്യതകൾ ഉണ്ടായതുകൊണ്ടാണ് ബദരീകളായ ആളുകൾ എണ്ണത്തിൽ കുറവായിട്ടും ആയുധബലം കുറഞ്ഞിട്ടും ആരോഗ്യം കുറഞ്ഞവരായിട്ടും അവർക്ക് വലിയ വിജയം നേടിയെടുക്കാൻ സാധ്യമായത് അള്ളാഹുവിന്റെ വിവിധങ്ങളായിട്ടുള്ള ധാരാളക്കണക്കിന് സഹായങ്ങൾ ലഭിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ സഹായങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ക്വാളിറ്റിയുള്ള ആളുകളായി, ഈ യോഗ്യതയുള്ള ആളുകളായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ, തവക്കുൽ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകൾ, സമർപ്പണ ബോധത്തോടെ ജീവിതത്തെ ധന്യമാക്കുന്ന ആളുകൾ. ഈ യോഗ്യതകൾ നമുക്കുണ്ടായാൽ നമ്മൾ അറിയാത്ത വഴികളിലൂടെ അള്ളാഹുവിന്റെ സഹായങ്ങൾ നമുക്കും ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു മരിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.